ലജ്ജിച്ച് പോകത്തില്ല. ഹല്ലേലൂയ. ഈ വർഷത്തിന്റെ പ്രാരംഭം മുതൽ കർത്താവിനെ വിശ്വസിച്ച്, കർത്താവിന്റെ വാക്ക് വിശ്വസിച്ച്, കർത്താവിന്റെ വചനം വിശ്വസിച്ച്, ദൈവത്തെ ആരാധിച്ച് മുന്നോട്ട് നയിക്കുന്ന ദൈവമേനെ നിന്നെ ലജ്ജിപ്പിക്കാൻ ദൈവം അനുവദിക്കുന്നില്ല. ഹല്ലേലൂയ. ലജ്ജിപ്പിക്കാൻ സാധ്യതയുള്ള എല്ലാ മേഖലകളിൽ നിന്നും നമ്മുടെ കർത്താവ് വിടുവിക്കുന്ന ദൈവമാണ്. ലജ്ജിപ്പിക്കുമെന്ന് പോരാടാൻ നോക്കുന്ന ശക്തികളിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന്, സാഹചര്യങ്ങളിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്ന ഒരു യേശുവുണ്ട്. ഹല്ലേലൂയ. നമുക്ക് കാണാൻ കഴിയും, തിരുവചനത്തിന്റെ ഏടുകൾ പരിശോധിച്ച് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, 4 പേർ ചേർന്ന് ഒരു പക്ഷപാതക്കാരനെ അവർ വിശ്വാസത്തോടെ യേശുവായിരിക്കുന്ന ഇടത്തേക്ക് കൊണ്ടുവരികയാണ്. അവർ വളരെ പ്രതീക്ഷയോടെയാണ് കൊണ്ടുവരുന്നത്. പക്ഷേ തൊട്ടടുത്തേക്ക് അതിനെ കൊണ്ടുവരുവാൻ അവർ ശ്രമിച്ച മുന്നോട്ട് ചലിക്കുമ്പോൾ അവിടെ കണ്ണിന് മുമ്പിൽ കാണുന്നത് അവരുടെ പ്രതീക്ഷയെ ലജ്ജിപ്പിക്കുന്ന സാഹചര്യമാണ്. എന്നാലും അവർ നാദമായിട്ടുള്ള വിശ്വാസം കൈവിട്ടില്ല. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നീ തലമുറയോർത്ത് നീ ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ, നീ കടന്നു പോകുന്ന സാഹചര്യത്തിൽ ലജ്ജിച്ചു പോകുമെന്ന് ഭയപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ, ഓരോ മേഖലയിലും ലജ്ജിപ്പിക്കാതെ നടത്താൻ കർത്താവ് മതിയായവരാണ്. അത് വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങളടിച്ച് ദൈവത്തിന്റെ മഹത്വം കൊണ്ടുവരട്ടെ. യേശുവിന്റെ വചനത്തിൽ വിശ്വസിക്കുന്ന, യേശുവിന്റെ വാക്കിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെയും ദൈവം ലജ്ജിപ്പിക്കുന്നില്ല. ഹല്ലേലൂയ.